So നമുക്കിന്ന് പഠിക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റിഫൻസ് കോൺസ്റ്റന്റ് ആണ്. സ്റ്റിഫൻസ് കോൺസ്റ്റന്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, ആ വാല്യൂ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹോളോ ഹെമിസ്ഫെറിക്കൽ മെറ്റാലിക് വെസൽ എടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ചിരട്ട, അപ്പോൾ അതിലുള്ള ചിരട്ട സങ്കല്പിക്കുക. അപ്പോൾ ചിരട്ടയുടെ കുറച്ചാണ് അത് ഹോളോയാണ്, അകം പൊള്ളയാണ്, ഹെമിസ്ഫെറിക്കലാണ്, പിന്നെ മെറ്റലെല്ലാന്നേ ഉള്ളൂ. അപ്പോൾ അതേ കണക്ക് നിങ്ങൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു വെസൽ, ഒരു പാത്രം നിങ്ങൾ സങ്കല്പിക്കുക. അതാണ് അതിൻ്റെ മെയിൻ ഭാഗം. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നുണ്ട്. അതിന് നമ്മളൊരു അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് ചുറ്റും നമ്മളൊരു വുഡൻ ബോക്സ് എടുത്ത് വയ്ക്കുന്നു. ഇവിടെ രണ്ട് ഒരു എൻട്രൻസ് ഉണ്ട്. അത് സ്റ്റീമിനെ കടത്തിവിടാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമുക്ക് തെർമോമീറ്റർ വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് നമ്മൾ അടുത്ത് എന്ത് പറയുമോ, ഈ ഹെമിസ്ഫെറിക്കൽ സാധനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ ഇന്നർ സർഫസ്, ആ ഇന്നർ സർഫസ് നമ്മൾ ലാമ്പ് ബ്ലാക്ക് ഉപയോഗിച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. ലാമ്പ് ബ്ലാക്ക് എന്താ ലാമ്പ് ബ്ലാക്ക്? ഒരു ബ്ലാക്ക് ബോഡിയോട് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ലാമ്പ് ബ്ലാക്ക്, വിളക്ക് കരി എന്ന് പറയുന്ന സാധനം. അടുത്ത നമ്മൾ അറിയാമോ, ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നു. പിന്നെ താഴ്ഭാഗം നമ്മൾ മറ്റൊരു വുഡൻ ബ്ലോക്ക് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തുള്ള എന്തെങ്കിലും മറ്റു വിടാം. പക്ഷേ അതിന് സെൻറ്ററിലൊരു ഹോളുണ്ട്, സെൻറ്ററിലൊരു ഹോളുണ്ട്. ഇനി ആ ഹോള് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി എമണേറ്റ് കൊണ്ടുള്ള കവറുണ്ട്. എമണേറ്റ് കൊണ്ടുള്ള കവർ വെച്ചത് ക്ലോസ് ചെയ്യണം ആ ഹോൾ. ഇനി ആ കവറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹാൻഡിലുണ്ട്. അടുത്ത നമ്മൾ എന്താ പറയുമോ ഒരു, അപ്പോൾ നമുക്കിത് ഹാൻഡ് അഡ്ജസ്റ്റ് വഴി അത് ഈ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. അടുത്ത നമ്മൾ സിൽവർ ഡിസ്ക് എടുക്കുന്നു. സിൽവർ ഡിസ്ക് നമ്മളെ ലാബിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലോട്ടഡ് വെയിറ്റ് ഉണ്ടല്ലോ, സ്ലോട്ടഡ് വെയിറ്റ് ഒക്കെ തൂക്കുന്ന വെയിറ്റ്, അപ്പോൾ അതിനൊക്കെയുള്ള ആ സ്ലോട്ടഡ് വെയിറ്റിൻ്റെ ഷേപ്പിൽ അത് ഗ്യാപ്പ് കൊണ്ടതല്ല, ഇത് അതിൻ്റെ ഡിസ്ക്. അങ്ങനെയുള്ള ഡിസ്ക് സിൽവർ ഡിസ്ക്, ഒരു സിൽവർ ഡിസ്ക് എടുക്കുന്നു, അടുത്തുള്ള വയ്ക്കും. അപ്പോൾ എല്ലാം നമുക്ക് ക്രോസ് സെക്ഷനെ വരയ്ക്കാൻ പറ്റും. ഫിഗറിന് എല്ലാം ക്രോസ് സെക്ഷനെ വരയ്ക്കാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ എത്രയായി? അടുത്ത നമ്മൾ തെർമോ കപ്പിൾ എടുക്കുന്നു. എന്താണ് തെർമോ കപ്പിൾ? പിന്നെ ഡിഫറൻറ്റ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അയൺ കോൺസ്റ്റന്റ് തെർമോ കപ്പിൾ. അപ്പോൾ ഒരു അയൺ വയർ എടുക്കും, പിന്നെ ഒരു കോൺസ്റ്റന്റ് വയർ എടുക്കും. അപ്പോൾ അയൺ വയറിൻ്റെ ഒരു എൻഡും കോൺസ്റ്റന്റ് ഒരു എൻഡും കൂടെ തമ്മിൽ ചേർത്ത് ഒരു ജംഗ്ഷൻ ഉണ്ടാക്കും, വെൽഡ് ചെയ്തൊരു ജംഗ്ഷൻ ഉണ്ടാക്കും. അടുത്ത ഓപ്പോസിറ്റ് ജംഗ്ഷൻ എൻഡുകൾ തമ്മിൽ ചേർത്ത് അടുത്തൊരു ജംഗ്ഷൻ ഉണ്ടാക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് വയ്ക്കും, അപ്പോൾ നമ്മൾ ഹോട്ട് എൻഡ് എന്ന് പറയും. ഇവിടുത്തെ ടെമ്പറേച്ചർ ലോ ആക്കി വയ്ക്കും, നമ്മളതിനെ കോൾഡ് എൻഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് മെറ്റൽ എടുത്തിട്ട് രണ്ട് ജംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നു, ഒരു ഹോട്ട് ജംഗ്ഷൻ, ഒരു കോൾഡ് ജംഗ്ഷൻ. ഇങ്ങനെ നോക്കിയാൽ ഇതിനെ ക്രോസ് ആയിട്ട് നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ കഴിയും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഇതിനെ ക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ഒരെണ്ണം ഹോട്ടും ഒരെണ്ണം കോൾഡും ആണ്. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കി തിരിച്ച് നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് പറയാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ തെർമോ കപ്പിൾ. അപ്പോൾ അങ്ങനെ ഒരു തെർമോ കപ്പിൾ എടുക്കുന്നു. തെർമോ കപ്പിളിൻ്റെ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബീയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു
ടെസ്റ്റ് ട്യൂബിൽ ഓയിൽ എടുക്കുന്നു, ആ ഓയിലിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബ് മറ്റൊരു ബീക്കറിനകത്തുള്ള വാട്ടറിനകത്ത് വയ്ക്കുന്നു, ഒരു വാട്ടർ ബാത്ത്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സഡനായിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു സംവിധാനം. അടുത്ത നമുക്ക് ഇതിന് അക്രോസിൽ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യണ്ടേ ഇതിന് അക്രോസിൽ ഉണ്ടാവുന്നത്. അതിന് ഗാലനോമീറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ അല്പം ഒരു അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കുന്നു. മറ്റൊരു ബീക്കർ എടുക്കുന്നു, അത് കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ നമ്മൾ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു എൻഡ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഒരു എൻഡ് എടുക്കുന്നു. എന്നിട്ട് ഈ എൻഡിൽ നിന്നും ഇത് ഗാലനോമീറ്റർ കൊടുക്കും. അപ്പം ഡയറക്റ്റ് എടുത്ത് ഗാലനോമീറ്റർ കൊടുക്കുന്ന പോലെ ഈ എൻ്റെ ഒരു കോട്ടണിനകത്ത് ഡിപ്പ് ചെയ്യുന്നു, ഈ എൻ്റെ ഒന്ന് കോട്ടണിനകത്ത് ഡിപ്പ് ചെയ്ത് അവിടെ നിന്ന് ഗാലനോമീറ്റർ കൊടുക്കും. അത് ഡിസ്ട്രിബ്യൂഷൻ മൂലം ഇപ്പോൾ കാരണം രണ്ട് ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ചേഞ്ചസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിട്ട് ഡിഫ്ലക്ഷൻ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗാലനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ഈ എൻജിനെ ഈ എൻജിനെ എന്ത് ചെയ്തു? ഗാലനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തു. ഇത്രയുമാണ് എക്സ്പെരിമെന്റിന്റെ അറേഞ്ച്മെന്റ്. ഇത്രയുള്ള സംഭവം. ഇപ്പോൾ ഈ എക്സ്പെരിമെന്റ് അറേഞ്ച്മെന്റിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്നാമത്തത്, നമ്മൾ ഈ തെർമോകപ്പിൾ യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ തെർമോകപ്പിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. എന്താണ് തെർമോകപ്പിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ? ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ചാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസും പൊട്ടൻഷ്യൽ തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണെന്ന് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഒരേപോലെയാണെന്ന് നമ്മൾ അറിയാം. അപ്പോൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും മറന്നേക്കുക, ഇത്രയും ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യങ്ങളെല്ലാം മറന്നേക്കുക. ഇവിടെ സ്റ്റീമൊന്നും നമ്മൾ പാസ് ചെയ്യുന്നില്ല, ഈ കവറൊന്നും നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. സ്റ്റീമൊന്നും പാസ് ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എങ്കിൽ ഇയാളും റൂം ടെമ്പറേച്ചറിലായിരിക്കും, ഇയാളും രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇയാൾക്ക് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇയാളൊരു 30 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നമ്മളെന്ത് പറയുക? ഇതിനെ ഹീറ്റ് ചെയ്തു, ഈ എൻഡ് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ 30 എന്തായിട്ട് മാറും? 35 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് 5. ആ സമയത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഗാലനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണും. ആ ഡിഫ്ലക്ഷൻ നമ്മൾ നോക്കിയിട്ട് അടുത്ത 40 ആക്കും. 40 ആക്കുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് 10 ആയി, അപ്പോഴത്തെ ഡിഫ്ലക്ഷൻ. 45 ആക്കുന്നു, അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് 15, അപ്പോഴത്തെ ഡിഫ്ലക്ഷൻ. 50 ആകുന്നു, ടെമ്പറേച്ചർ ഡിഫറൻസ് 20, അപ്പോഴത്തെ ഡിഫ്ലക്ഷൻ. അങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഇവിടെ കാണുന്ന ഡിഫ്ലക്ഷൻ നോക്കും. എന്നിട്ട് ഇത് രണ്ടുകൂടെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരും. ഇവിടെ ഡിഫ്ലക്ഷൻ തീറ്റ, ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ്. അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ്. ഞാൻ ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് ആര് കൂടുന്നു? ഡിഫ്ലക്ഷൻ കൂടുന്നു. ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷനായിട്ട് ആര് കൂടുന്നു? ഡിഫ്ലക്ഷൻ കൂടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ സ്ലോപ്പ് എടുക്കുന്നു. എ ബി സി, ഇവിടുത്തെ ആംഗിൾ ആണ്. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു tan ആൽഫയാണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ അഡ്ജസൻറ്റ് എ ബി അല്ലേ? അപ്പം ഈസ് ഈക്വൽ എന്ത് വരും? ബി. അപ്പം സി ആകുമ്പോൾ ഇത് T1, ബി ആകുമ്പോൾ T2. അപ്പം ബി T1 ഇത് എന്തായാലും അവരുടെ ഡിഫറൻസ് ഡി ടി. അടുത്ത എ ബി ആകുമ്പോൾ എക്ക് കറസ്പോണ്ടിങ് തീറ്റ1, ബിക്ക് കറസ്പോണ്ടിങ് തീറ്റ2, ഇവിടുത്തെ ഡിഫറൻസ് ഡി ടി. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുക വഴി നമുക്ക് എന്ത് കിട്ടും? ഡി ടി ബൈ ഡി തീറ്റ കിട്ടും. ഡി ടി ബൈ ഡി ടി, അതായത് തിരിച്ച് ഡിഫ്ലക്ഷൻ വഴി ടെമ്പറേച്ചർ ഡിഫറൻസ് വരച്ചാൽ മതി. അപ്പം ഡി തീറ്റ ബൈ ഡി ടി കിട്ടും. ഡി തീറ്റ ബൈ ഡി ടി ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഗ്രാഫ്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഇത് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഡിഫറൻസും ഡിഫ്ലക്ഷൻ നോക്കി ഗ്രാഫ് വരയ്ക്കുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? ഡി ടി ബൈ ഡി തീറ്റ. ഇനി ഇത് കഴിഞ്ഞു. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത്
വീണ്ടും ഇയാളെ കൂൾ ചെയ്ത് പഴയ അവസ്ഥയിലേക്കാക്കുന്നു. രണ്ടുപേരും ഒരേ ടെമ്പറേച്ചറിലാണ്. അടുത്ത നമ്മൾ സ്റ്റീമിനെ പാസ് ചെയ്യും. അപ്പോൾ സ്റ്റീമിനെ പാസ് ചെയ്യിക്കുമ്പോൾ ഈ കവർ നമ്മൾ ക്ലോസ് ചെയ്തേക്കണം. അപ്പോൾ സ്റ്റീമിനെ പാസ് ചെയ്യും. സ്റ്റീം വഴി കയറി ഇത് വഴി ഇറങ്ങി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള മെറ്റീരിയൽസ് എന്താവും? ഹീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഹീറ്റ് ചെയ്യപ്പെടുമ്പോൾ ആദ്യമൊക്കെ ഇവരുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ഇത് കാണിക്കുന്ന ടെമ്പറേച്ചർ ആയിരിക്കത്തില്ല, ഇത് കാണിക്കുന്ന ടെമ്പറേച്ചർ, രണ്ടും ടെമ്പറേച്ചർ ഒരേ കണക്കായില്ല. രണ്ടാമത് ഹീറ്റ് സ്റ്റീം പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം കഴിയുമ്പോൾ രണ്ടുപേരും ഒരേ ടെമ്പറേച്ചർ കാണിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം എന്തായി? യൂണിഫോം ടെമ്പറേച്ചർ, ഒരേ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം ഈ സ്റ്റീം പാസ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ മെറ്റൽ ഹെമിസ്ഫിയർ ആ സ്റ്റീമിനെ അബ്സോർബ് ചെയ്യും. ആ സ്റ്റീമിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇയാൾ എന്തായി മാറും? ഇയാളുടെ ടെമ്പറേച്ചർ കൂടും. അതായത് ഹീറ്റ് ചെയ്യപ്പെടും, അയാളുടെ ടെമ്പറേച്ചർ കൂടും. അതിൻ്റെ ഇന്നർ സർഫസിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ലാമ്പ് ബ്ലാക്ക് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലാമ്പ് ബ്ലാക്ക് എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ലാമ്പ് ബ്ലാക്കിൻ്റെ ടെമ്പറേച്ചർ കൂടും. ആ ലാമ്പ് ബ്ലാക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതെന്തിനെ പോലെ ആക്ട് ചെയ്യും? ഒരു ബ്ലാക്ക് ബോഡിയെ പോലെ ആക്ട് ചെയ്തിട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തേക്കുന്നതുകൊണ്ട് ആ റേഡിയേഷൻസ് പുറത്തു പോകത്തില്ല. അപ്പോൾ നമ്മൾ യൂണിഫോം ടെമ്പറേച്ചർ ആക്കുന്നവരെ വെയിറ്റ് ചെയ്യും. ആ യൂണിഫോം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ തിരിച്ചിട്ട് ഈ കവർ അങ്ങ് മാറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആ റേഡിയേഷൻസ് വന്ന് നമ്മളെ ബി എന്ന് പറഞ്ഞ ഡിസ്കിൽ ഫോൾ ചെയ്യും. റേഡിയേഷൻസ് വന്ന് ബി എന്ന് പറഞ്ഞ ഡിസ്കിൽ ഫോൾ ചെയ്യും. സ്വാഭാവികമായിട്ടും ബിയുടെ ടെമ്പറേച്ചർ കൂടും. ആ ബിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പോയി? ബിയുടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവർ തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻറ്റ്. കാരണം ആദ്യമേ രണ്ടുപേരും റൂം ടെമ്പറേച്ചർ ഇരിക്കുകയായിരുന്നു. നേരത്തെ ഇയാളെ ചൂടാക്കി. ഇപ്പം എന്താ പോയി? ഇയാൾ അവിടെ തന്നെ ഇരിക്കുന്നു. പകരം ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. ഇവിടെ എന്ത് കാണാൻ പറ്റും? ഡിഫ്ലക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സമയം കഴിഞ്ഞതനുസരിച്ച് റേഡിയേഷൻ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഡിഫ്ലക്ഷൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സി എന്ന് പറഞ്ഞ കവർ മാറ്റിയില്ലേ? ആ കവർ മാറ്റുന്ന സമയം 0 കിട്ടും സ്റ്റാർട്ടിങ്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ടൈം ഇൻ്റർവെൽ അനുസരിച്ച് ഇവിടുത്തെ മാറ്റുന്നു. അപ്പോൾ നമ്മൾ ആ കവർ മാറ്റുന്ന സമയത്ത് 0 ടൈം 0. അപ്പോഴത്തെ ഡിഫ്ലക്ഷൻ 0. കാരണം ഹീറ്റ് വരുന്നത്. രണ്ടാമത് കവർ മാറ്റി 10 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോഴെന്ത് ചെയ്യും? ഇയാൾ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. ഡിഫ്ലക്ഷൻ കാണിക്കും. അടുത്ത 20 സെക്കൻഡ് കഴിയും. 20 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഇയാളുടെ ടെമ്പറേച്ചർ കൂടും. ഡിഫ്ലക്ഷൻ കൂടുതൽ കാണിക്കും. 30, 40 അങ്ങനെ ടൈം കഴിയുന്നതനുസരിച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷനും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ടൈമും കിട്ടും, ഡിഫ്ലക്ഷനും. അത് വെച്ചിട്ട് അടുത്ത ഗ്രാഫ് വരും. നമ്മൾ രണ്ടാമത്തെ ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ ഡിഫ്ലക്ഷൻ തീറ്റ, ഇവിടെ ടൈം. അപ്പോൾ കിട്ടുന്ന ഗ്രാഫ്. അപ്പോൾ ആദ്യമേ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ ഇല്ല. പിന്നെ അവിടെ നിന്ന് ഡിഫ്ലക്ഷൻ കൂടും, എക്സ്പോണൻഷ്യൽ കൂടും. ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഇങ്ങനെ ഗ്രാഫ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് പറയുമോ? അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കും. അപ്പോൾ ഡി എടുക്കുന്നു. ഡി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു ടാൻജന്റ് വരും. ആ ടാൻജന്റ് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്ലോപ്പ് എടുക്കും. അപ്പോൾ ഇ എഫ് ഇത് ബീറ്റ. ഇനി സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ ബീറ്റ ഈക്വൽ ടു GF by EF ഈക്വൽ ടു GF എന്ന് പറഞ്ഞാൽ അതിനോട്ട് ഇത് T2, ഇത് T1. അപ്പോൾ അതിനുള്ള ഡിഫറൻസ് DT. EF ആകുമ്പോൾ θ1, θ2 അതിനുള്ള ഡിഫറൻസ് DT. അപ്പോൾ ഇവിടെ നമുക്ക് DT by DT. ഇത്രയുമാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ ആക്ച്വലി രണ്ട് ഗ്രാഫ് വരയ്ക്കുന്നു. അതായത് രണ്ട് സ്ലോപ്പ് കൊടുക്കുന്നു. ഇത്ര നമ്മൾ ചെയ്യുന്നത്. ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് മനസ്സിലായാലും. അപ്പോൾ ഫസ്റ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് അത് ഡിഫ്ലക്ഷൻ, അത് നമ്മൾ തെർമോകപ്പിളിനെ സാനിറ്റൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യും? ഡി ക്യാപിറ്റൽ T by DT കിട്ടും. രണ്ടാമത് എന്ത് ചെയ്യുന്നു? കവർ മാറ്റിയിട്ട് ഡിസ്ക് ഹീറ്റ് ആവാൻ സമ്മതിക്കുന്നു. ടൈമിനനുസരിച്ച് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അവിടെ നമുക്ക് DT by DT ഇത് ടൈമാണ്. അപ്പോൾ തിരിച്ച് ഇവിടെ ഡിഫ്ലക്ഷൻ ഇവിടെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ dθ by dt കിട്ടും. ടൈമിനനുസരിച്ചുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. തിരിച്ചു വരയ്ക്കാം. എന്നാൽ ഇത് രണ്ടുമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ഇത്രയേ ഉള്ളൂ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഇടുന്നു. ഞാൻ എന്തൊരു വിളിച്ചു? സ്ലോപ്പ് കിട്ടി.
ആദ്യമേ ടാൻ ആൽഫ എന്ന് പറയുന്ന സ്ലോപ്പ് കിട്ടി. അതെന്തായിരുന്നു? ഡി ടി ബൈ ഡി തീറ്റ. രണ്ടാമത് ടാൻ ബീറ്റ എന്ന് പറയുന്ന സ്ലോപ്പ് കിട്ടി. അതെന്തായിരുന്നു? ഡി ടി ബൈ സംഭവം. ഇനി നമ്മളിപ്പം രണ്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചേ ഉള്ളൂ. നമ്മൾ ഇത് എന്തിലെത്തിയില്ല? സ്റ്റീഫാനസ് കോൺസ്റ്റന്റ് എത്തിയില്ല. നമുക്ക് സ്റ്റീഫാനസ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ നമ്മൾ അർത്ഥം നോക്കാം. അപ്പൊ ഇതിന്റെ തിയറി സംഭവം സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ സ്റ്റീം കടത്തി വിട്ടപ്പോൾ ഈ ഹെമിസ്ഫിയർ ഹീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൽ കോട്ട് ചെയ്തേക്കുന്ന ഇന്നർ സർഫസിൽ കോട്ട് ചെയ്ത ലാമ്പ് ബ്ലാക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്തു. ആ റേഡിയേഷൻ ആണ് ആരൊക്കെ കിട്ടുന്നത്? ബി എന്ന് പറഞ്ഞ ഡിസ്കിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എമൗണ്ട് ഓഫ് ഹീറ്റ് emitted per unit area in unit time. നമുക്ക് ആറെണ്ണം കിട്ടണം. ഇയാൾ എമിറ്റ് ചെയ്തത്. അപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ് തരുക. ഈ എൻക്ലോഷറിന്റെ ടെമ്പറേച്ചർ T1 ആണ് തരുക. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അതിനെ ഒരു സെക്കൻഡ് യൂണിറ്റ് ഏരിയയിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജി എത്രയായിരിക്കും? സിഗ്മ ഇൻറ്റു ടെമ്പറേച്ചർ റൈസ് ടു 4. R1 = സിഗ്മ T1 റൈസ് ടു 4. ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇനി ആർക്ക് കിട്ടുന്നത്? ബിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് പെർ യൂണിറ്റ് ഏരിയ in unit time. അല്ലേ? ആരെ? ബി അബ്സോർബ്. അത് എത്ര തന്നെയാണ്? ഇത് തന്നെയാണ്. R1 = സിഗ്മ T1 റൈസ് ടു 4. ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യും? ഇനി അപ്പോൾ ഇത് കിട്ടുകയാണ്. ഇത് ബി അബ്സോർബ് ചെയ്തു. ഈ ബി അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്തു? അതിന് ടെമ്പറേച്ചർ കൂടി. അതിന്റെ ടെമ്പറേച്ചർ കൂടിയിട്ട് എന്ത് ചെയ്തു? കുറേ എനർജി അത് റിലീസ് ചെയ്തു. അതിന്റെ ടെമ്പറേച്ചർ കൂടി എന്നിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്? എമിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇയാളെ എമിറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അല്ലെങ്കിൽ T1 ടെമ്പറേച്ചറിൽ നിന്ന് കിട്ടിയിട്ട് എന്ത് ചെയ്തു? ഇയാൾ ടെമ്പറേച്ചർ കൂടി എത്രയാണ് എഴുതുക? T2 ആണ് എഴുതുക. എത്രയാണ് എഴുതുക? T2. ആ T2 ആയ സമയത്ത് എന്ത് ചെയ്തു? അയാൾ എനർജി റിലീസ് ചെയ്തു. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം ബൈ ബി. ഇല്ലേ? ബി എമിറ്റ് ചെയ്യുന്നതല്ലേ? അത് എത്രയായിരിക്കും? R2 ആയിരിക്കും. എന്തായിരിക്കും? നമുക്ക് അതിനെ R2 എടുക്കാം. R2 = എന്തായിരിക്കും? സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന്റെ 4th പവർ. സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന്റെ 4th പവർ. അപ്പോൾ അബ്സോർബ് ചെയ്ത എമൗണ്ട് ഇത്രയും, റിജക്ട് ചെയ്ത എമൗണ്ട് ഇത്രയും. അപ്പോൾ ഇത്രയും അബ്സോർബ് ചെയ്യുന്നു, ഇത്രയും എന്ത് ചെയ്യുന്നു? എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ യൂണിറ്റിൽ നിന്ന് ഇത്രയും അബ്സോർബ് ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ യൂണിറ്റിൽ നിന്ന് ഇത്രയും എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ചുണ്ട് അല്ലേ? കിട്ടിയത് മുഴുവൻ എന്ത് ചെയ്യുന്നില്ല? സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടിയത് മുഴുവൻ അത് എന്ത് ചെയ്യുന്നില്ല? എമിറ്റ് ചെയ്യുന്നില്ല. കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട് എത്രയായിരിക്കും? അപ്പം നെറ്റ് ഹീറ്റ് അബ്സോർബ്, നെറ്റ് ഹീറ്റ് അബ്സോർബ് നെറ്റ് ഹീറ്റ് എത്രയായിരിക്കും? പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ യൂണിറ്റ് ഏരിയ അല്ലേ? എത്രയായിരിക്കും? ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് ആയിരിക്കും. ഇത്രയും അബ്സോർബ് ചെയ്ത് ഇത്രയും റിലീസ് ചെയ്തു. ഇത്രയും അബ്സോർബ് ചെയ്ത് ഇത്രയും എമിറ്റ് ചെയ്തു. അപ്പം ഇടയ്ക്കുള്ളതായിരിക്കും അത് R2 മൈനസ് ഇത് ബി എന്ന് പറഞ്ഞ ഡിസ്കിന്റെ യൂണിറ്റ് ഏരിയയിൽ നിന്നുള്ളതാണ് അല്ലേ? ബി എന്ന് പറഞ്ഞ ഡിസ്കിന്റെ യൂണിറ്റ് ഏരിയ അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട്. അപ്പോൾ ഇത്രയും അബ്സോർബ് ചെയ്തു. പക്ഷേ അതിനകത്ത് ഇത്രയും എന്ത് ചെയ്തു? റിലീസ് ചെയ്തു, എമിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നെറ്റായിട്ട് അത് അബ്സോർബ് ചെയ്ത് വെക്കുന്നത് ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി. അപ്പോൾ ഇത് എത്രയാണ്? ബി എന്ന് പറഞ്ഞ ഡിസ്ക് ഫുൾ ആയില്ല, അതിന്റെ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ ഡിസ്കിന്റെ ഏരിയ ക്യാപിറ്റൽ ആണെന്ന് കരുതുക. ബി എന്ന് പറഞ്ഞ ഡിസ്കിന്റെ ഏരിയ ക്യാപിറ്റൽ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ അത് അബ്സോർബ് ചെയ്യുന്ന നെറ്റ് എമൗണ്ട് എത്രയായിരിക്കും?
യൂണിറ്റ് ഏരിയ അബ്സോർബ് ചെയ്യുന്നതാണ് ഇത്. 1 മീറ്റർ സ്ക്വയർ അബ്സോർബ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ 2 മീറ്റർ സ്ക്വയർ അബ്സോർബ് ചെയ്യുന്നത് എത്രയായിരിക്കും? ഇത് ഇൻറ്റു 2. 3 മീറ്റർ സ്ക്വയർ അബ്സോർബ് ചെയ്യുന്നത് എത്രയായിരിക്കും? ഇത് ഇൻറ്റു 3. അപ്പോൾ എ ഏരിയ അബ്സോർബ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇത് ഇൻറ്റു E. അപ്പോൾ നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ബി ഇൻ യൂണിറ്റ് ടൈം. ഇപ്പോഴും നമ്മൾ സമയം യൂണിറ്റ് ടൈം ആണ് അല്ലേ? ഈക്വൽ ടു R1 മൈനസ് ഇത് അബ്സോർബ് R1ഉം R2 R1 മൈനസ് R2 R1 കൂടുതൽ ഇൻറ്റു R1 മൈനസ് R2 ഇൻറ്റു ഇതാണ് 1 സെക്കൻഡിൽ അബ്സോർബ് ചെയ്യുന്ന നെറ്റ് എമൗണ്ട്. ഈ എമൗണ്ട് കാരണമാണ് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത്. ഈ എമൗണ്ട് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ബിയുടെ ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ ആവശ്യമായ എമൗണ്ടിനെ നമ്മൾ എന്ത് പറയും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ ആവശ്യമായ എമൗണ്ട് എന്ന് പറയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെത് 1 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ ആവശ്യം സ്പെസിഫിക് ഹീറ്റ്. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ ആണെങ്കിൽ 4186 ജൂളാണ്. പിന്നെ നമ്മൾ എസ് എടുക്കുക. അപ്പോൾ എസ് അപ്പോൾ 1 കിലോഗ്രാമിൻ്റെത് 2 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ എത്രയായിരിക്കും? എസ് ഇൻറ്റു 2 ആയിരിക്കും. 1 കിലോഗ്രാമിൻ്റെത് 3 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ എസ് ഇൻറ്റു 3 ആയിരിക്കും. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെത് ഡി ടി കൂടാൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ഡി ടി കൂടാൻ എത്രയായിരിക്കും? എസ് ഇൻറ്റു ഡി ടി ആയിരിക്കും. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെത് ഡി ടി കൂടാൻ എസ് ഇൻറ്റു ഡി ടി. അപ്പം 2 കിലോഗ്രാമിൻ്റെത് ഡി ടി കൂടാനോ 2s ഡി ടി. 3 കിലോഗ്രാമിൻ്റെത് ഡി ടി കൂടാനോ 3s ഡി ടി. അപ്പോൾ എം കിലോഗ്രാമിൻ്റെത് ഡി ടി കൂടാനോ എം കിലോഗ്രാമിൻ്റെത് ഡി ടി കൂടാൻ എം എസ് ഡി ടി. ഇതാണ് എമൗണ്ട് ഓഫ് എനർജി. ഇതാണ് എമൗണ്ട്. അപ്പം എം കിലോഗ്രാമുള്ള വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ഡി ടി അളവ് കൂടാൻ എത്ര എനർജി കൊടുക്കുമ്പോൾ എം ഇൻറ്റു എസ് ഇൻറ്റു ഡി ടി. എം അതിൻ്റെ മാസ്, എസ് സ്പെസിഫിക് കപ്പാസിറ്റി, ഡി ടി അടുത്ത ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ ഇത്ര എനർജി ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി ഉപയോഗിച്ചില്ലേ? അപ്പോൾ അതിന് നമുക്ക് സ്പെസിഫിക് കപ്പാസിറ്റി വെച്ച് എഴുതാം. അപ്പോൾ amount of energy used to rise the temperature of B. ബിയുടെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി യൂസ് ചെയ്ത എനർജി ഈസ് എത്രയായിരിക്കും? ഒന്ന് ബിയുടെ മാസം. അപ്പോൾ ബിയുടെ മാസം എത്രയാണ് സങ്കല്പിക്കുക? എം ആണ് സങ്കല്പിക്കുക. ബി സിൽവർ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി എസ് എന്ന് സങ്കല്പിക്കുക. അവിടെ ഉണ്ടായ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് എത്ര സങ്കല്പിക്കുക? ഡി ടി സങ്കല്പിക്കുക. അപ്പോൾ എം എസ് ഡി ടി. എം എസ് ഡി ടി ഇതാണ് ടെമ്പറേച്ചർ കൂടാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് എനർജി. അത് ഇവിടെ ഇതാണ് ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ചെറിയ പ്രശ്നമാണ്. ഇത് യൂണിറ്റ് ടൈമിലെ കാര്യമാണ്. പക്ഷേ ഇത് യൂണിറ്റ് ടൈമിലെ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ യൂണിറ്റ് ടൈം ആക്കാം. ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി യൂണിറ്റ് ടൈമിൽ ഉപയോഗിച്ചത്. അപ്പം യൂണിറ്റ് ടൈമിലെ കാര്യമാണെങ്കിൽ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. യൂണിറ്റ് ടൈമിലെ കാര്യമാണെങ്കിൽ ചെയ്യണം ടോട്ടൽ ടൈം കൊണ്ട്. അപ്പം ഡി ടി ബൈ ഡി ടി തരും. അപ്പോൾ ഡി ടി സമയം കൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൂടെ ഇക്വേഷൻ 4 ഇക്വേഷൻ ഈ രണ്ടും കാരണം ഈ ഇത്രയും ഇങ്ങനെ നെറ്റ് അബ്സോർബ് ചെയ്താണ് ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ എന്ത് ചെയ്യാം? R1 മൈനസ് R2 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എം എസ് ഡി ടി ബൈ ശരിയല്ലേ? ഇക്വേഷൻ നമ്പർ 5. ഇനി നമുക്ക് R1 മൈനസ് R2 പിന്നെ എഴുതാം. ഈ R1 മൈനസ് R2 R1 എത്രയാണ്? സിഗ്മ T1 റൈസ് ടു 4 മൈനസ് സിഗ്മ T2 റൈസ് ടു 4 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എം എസ് ഡി ടി ബൈ ഡി ടി. ഇവിടെ നിന്ന് സിഗ്മ പുറത്തെടുത്താൽ ബാക്കി T1 റൈസ് ടു 4 മൈനസ് T2 റൈസ് ടു 4 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു എം എസ് ഡി ടി ബൈ ഡി ടി. അല്ലേ? ഇനി നമുക്ക് വേണ്ടതെന്നാണ്? നമുക്ക് വേണ്ട സിഗ്മയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ ഒന്ന് സിഗ്മ ഈസ് ഈക്വൽ ടു എം എസ് ബൈ എ ഇൻറ്റു T1 റൈസ് ടു 4 മൈനസ് T2 റൈസ് ടു 4 ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഇക്വേഷൻ 5. അപ്പോൾ ഇങ്ങനെ കിട്ടും അല്ലേ?
സിഗ്മ ഇസ് ഈക്വൽ ടു എം എസ്. അപ്പോൾ ഞാൻ എം എന്താണ്? മാസ് ഓഫ് ദി ഡിസ്ക് ബി. എസ് എന്താണ്? സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഡിസ്ക് ബി. ബി എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി. എ എന്താണ്? ഏരിയ ഓഫ് ദി അപ്പർ സർഫസ് ഓഫ് ഡിസ്ക് ബി. ബിയുടെ അപ്പർ അവിടെയാണ് റേഡിയേഷൻ വന്ന് വീഴുന്നത്. അപ്പോൾ അതാണ് ഏരിയ. T1 എന്താണ്? ആ ഇൻക്ലോഷറിന്റെ ടെമ്പറേച്ചർ T1. T2 ബി എന്ന് പറഞ്ഞ ഡിസ്കിനാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ ഡിസ്കിന്റെ ടെമ്പറേച്ചർ ഞാൻ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? T2 എടുക്കേണ്ടത് ബി എന്ന് പറഞ്ഞ ഡിസ്കിന്റെ ടെമ്പറേച്ചർ, പക്ഷെ അത് ഞാൻ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തില്ലേ? ആ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വരച്ചാൽ നമുക്ക് അടുത്ത് ഡിഫ്രക്ഷൻ കിട്ടും. നമ്മൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തില്ല, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ആ താഴേക്ക് വരുമ്പോൾ അടുത്ത് ഡിഫ്രക്ഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഗ്രാഫിനകത്ത് ആദ്യത്തെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഈ അതേ ഡിഫ്രക്ഷൻ ഇവിടെ നോക്കുക, അത് കിട്ടുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് കിട്ടും. അതേ ഡിഫ്രക്ഷൻ ഉള്ള പോയിന്റ് എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ വരച്ച ടെമ്പറേച്ചർ ഡിഫറൻസ് കിട്ടും. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കിട്ടിയാണ് റൂം ടെമ്പറേച്ചർ ഇതാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആഡ് ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന ടെമ്പറേച്ചർ ഡിഫറൻസിനോട് റൂം ടെമ്പറേച്ചർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T2 കിട്ടും. റൂം ടെമ്പറേച്ചർ കിട്ടും, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T2. അപ്പോൾ ആ T2 കിട്ടും. ബിയുടെ ഡിസ്ക് ബിയുടെ ടെമ്പറേച്ചർ കിട്ടും. ഇനി ഇത് വേണ്ടത് dt/dt ആണ് വേണ്ടത്. നമ്മുടെ ഏകദേശം dt/dt, നമ്മുടെ ഏകദേശം ഉള്ളത് dt/dθയും dt/dθ ആണ്. d ക്യാപിറ്റൽ T/dθ, d സ്മാൾ t/dθ ആണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് എത്തണം. അതെങ്ങനെയാണെന്ന് നോക്കണം. അതിനൊന്നുമില്ല, നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ വരും. നമ്മൾ നോക്കിയാൽ dt/dt ആണ് വേണ്ടത്. ഈസ് ഈക്വൽ ടു dt/dθ ഇൻറ്റു dθ/dt ഏതാണ്? ഇത് കട്ട് ചെയ്ത് പോയാൽ വീണ്ടും ആവും. ഈസ് ഈക്വൽ ടു dt/dθ ഡിവൈഡഡ് ബൈ dt/dθ. അങ്ങനെ റെസിപ്രോക്കലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് ഇതാകുമ്പോൾ ടാൻ ആൽഫ, ഇതാകുമ്പോഴും ടാൻ ബീറ്റ. അപ്പോൾ ടാൻ ആൽഫ ബൈ ടാൻ ബീറ്റ, സ്ലോപ്പുകളുടെ റേഷ്യോ, സ്ലോപ്പുകളുടെ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇക്വേഷൻ വരും സിഗ്മ ഇസ് ഈക്വൽ ടു ms ബൈ a T1/4 മൈനസ് T2/4 ഇൻറ്റു ടാൻ ആൽഫ ബൈ ടാൻ ബീറ്റ. ഇതാണ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഇത്രയുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നു എമൗണ്ട് ഓഫ് ഹീറ്റ് എമിറ്റഡ് പെർ യൂണിറ്റ് ടൈം നമുക്കറിയാം. R1 is equal to sigma T1/4. അത് ഇവിടെ നിന്നാണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ആർക്ക് കിട്ടുന്നത്? ബിക്ക് കിട്ടുന്നത്. അപ്പം ബിയുടെ യൂണിറ്റ് ഏരിയ യൂണിറ്റ് ടൈമിൽ ഇത്രയും തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ എമിറ്റ് ചെയ്യുന്ന എടുക്കാം, ബിക്ക് അബ്സോർബ് ചെയ്യുന്ന എടുക്കാം. രണ്ടാമത് ബി എന്ത് ചെയ്യും? T2 ടെമ്പറേച്ചറിലേക്ക് എത്തിയെന്ന് എഴുതുക. അപ്പോൾ അത് എമിറ്റ് ചെയ്യുന്നത് ഇതായിരിക്കും സിഗ്മ T2/4. അപ്പോൾ കിട്ടിയത് മുഴുവൻ അത് എമിറ്റ് ചെയ്തില്ല. അപ്പോൾ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? അത് അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എത്രയായിരിക്കും? R1 മൈനസ് R2. പക്ഷേ അത് യൂണിറ്റ് ഏരിയയിലെയും യൂണിറ്റ് ടൈമിലെയും കാര്യമാണ്. അപ്പോൾ ബിയിലെ മൊത്തം കാര്യം വേണമെങ്കിൽ ബിയുടെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ യൂണിറ്റ് ഏരിയയുടെ കാര്യത്തിന്, ഒരു മീറ്റർ സ്ക്വയർ കാര്യത്തിന് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ടോട്ടലി അബ്സോർബ് ചെയ്ത എമൗണ്ട് കിട്ടും. അപ്പോൾ ഒരു സെക്കൻഡ് ടോട്ടലി അബ്സോർബ് ചെയ്യുന്ന എത്രയാണ്? അപ്പം ഇത്രയും കിട്ടി, ഇത്രയും പോയി. അപ്പം അതിനകത്ത് നിലനിർത്തുന്ന എമൗണ്ട് ഇത്രയുമാണ്. ഈ നിലനിർത്തിയ എമൗണ്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടെമ്പറേച്ചർ കൂടാൻ വേണ്ടി എനർജി മാസ് ഇൻറ്റു സ്പെസിഫിക് കപ്പാസിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. യൂണിറ്റ് ടൈമിലെ കാര്യം വേണമെങ്കിൽ ബൈ dt ഇടുക. അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു, ഈ വാല്യൂസ് കൊടുക്കുന്നു, അപ്പോൾ ഇങ്ങനെ വരും. ഇത് വേണ്ടത്. ഇത് കിട്ടാൻ വേണ്ടി ടാൻ ആൽഫ ബൈ